ഹായ് ഫ്രണ്ട്സ്, അനിയൻകുട്ടനെ ആ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് വിക്രമും വേദയും സന്ദീപും കൂടെ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ വിക്രം ആ ഗുണ്ടകളെല്ലാം അടിച്ച് പഞ്ഞിക്കിടുന്നുണ്ട്, വേദയും കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരെയും അടിച്ചോടിക്കുകയാണ്. ശേഷം വിക്രം രാജേട്ടനോടും ജോസഫിനോടുമായിട്ട് പറയും, ഞങ്ങളെ അനിയൻകുട്ടനെ കൊണ്ടുപോവാണേ. വേദ പറയും, ഞങ്ങൾ കുറച്ച് കാലം മാറി നിന്നിട്ട് വേണം കാര്യങ്ങൾ എങ്ങനെ വേണം എന്ന് ആലോചിക്കും. അങ്ങനെ അവരെ അനിയൻകുട്ടനെ കൂട്ടി പോകും. നിങ്ങൾ എവിടെയായാലും കുഴപ്പമില്ല, നിങ്ങൾ ജീവനോടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി എന്നൊക്കെ ജോസഫ് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോയി അല്പസമയം കഴിയുമ്പോൾ തന്നെ പോലീസ് വാഹനം അങ്ങോട്ട് എത്തുന്നുണ്ട്. എന്നാൽ അവിടെ അപ്പോഴേക്കും അനിയൻകുട്ടൻ ഇല്ലല്ലോ. എന്നാൽ പോലീസുകാരെ രാജേട്ടനെയും ജോസഫിനെയും അവിടെ നിന്ന് കൊണ്ടുപോകും. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്കല്ല, വേറൊരു ഗോഡൗണിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടേക്ക് കുറച്ച് കഴിയുമ്പോൾ ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടെ വരികയാണോ ചിരിച്ചുകൊണ്ട്. ശ്രീകാന്ത് പറയും, ഞങ്ങൾക്ക് മുന്നേ വേദയും വിക്രമും അനിയൻകുട്ടനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? സത്യം പറയുന്ന നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾ തീർന്ന് എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഭാഗത്തിൽ വേദയും വിക്രമും അനിയൻകുട്ടനെ കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവാട്ടോ. ആരും പെട്ടെന്നൊന്നും വരാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക്. പിന്നീട് കാണിക്കുന്നത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവർ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ്. അതായത് വിക്രമും വേദയും തമ്മിലുള്ള ചില പ്രണയ നിമിഷങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്